ഹലോ, പിന്നെ കുറേ ആൾക്കാരിങ്ങനെ UK ജോബും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അന്ന്, ഇങ്ങനെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു. ഒരു 2 ആൾക്കാർക്ക് ജോലി കിട്ടി. നമ്മൾ ഒരാളുടെ വേക്കൻസിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 2 ആൾക്കാർക്കുള്ള വേക്കൻസി കിട്ടി. പിന്നെ എന്താ എല്ലാവരോടും പറയാ, നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അത് ഫുള്ളായിട്ട് കാണുക, അതിന് ശേഷം നമുക്ക് മെസ്സേജ് അയക്കുക. എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു എനിക്ക് ഇൻസ്റ്റയിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതിയെന്ന്. പക്ഷേ എനിക്ക് ആ മെസ്സേജ് കുറേ ആൾക്കാരുടെ മെസ്സേജ് എനിക്ക് മെയിൻ ചെയ്യാൻ പോലും പറ്റില്ല, അത്ര മെസ്സേജാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, എന്താ പറയുക, എന്താണ് ജോബ്, വിസ വേണോ, എന്ത് വിസ ഉള്ള ആൾക്കാരെ എടുക്കും, സ്റ്റുഡൻസിനെ എടുക്കുമോ, അതോ PSW ഉള്ള ആൾക്കാരെ എടുക്കുമോ, ഡിപ്പെൻഡൻറ്റ് വിസ ഉള്ള ആൾക്കാരൊക്കെ എടുക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് മെസ്സേജ് അയയ്ക്കുക. എന്താ വെച്ചാൽ അല്ലാണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കരുത് പ്ലീസ്. ഒരു റിക്വസ്റ്റാണ്. ഇതിലെന്താ വെച്ചാൽ ജോബ് വേണ്ട കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ അവരുടെ മെസ്സേജൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് കാണുക, അതിന് ശേഷം മാത്രം മെസ്സേജ് അയക്കുക. നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ട് നമുക്ക് വലിയ മെച്ചമുണ്ടായിട്ടോ കാര്യങ്ങളോ അല്ല, ആർക്കെങ്കിലും ജോബ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ്. പിന്നെ ഇൻസ്റ്റയിലാണ് ഇത്ര ലോങ് ഒരു വീഡിയോ നമുക്ക് ചെയ്യാനും പറ്റില്ല, അതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ ഇട്ടത്. ഇൻസ്റ്റയിൽ നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ നമുക്കിനി വിസ വേണ്ടവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, ജോബ് വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കാമെന്ന് ഞാൻ പ്രത്യേകം പറയണത്. പിന്നെ നമുക്കൊരു വേക്കൻസി വന്നിട്ടുണ്ട്. അതായത് പ്രത്യേകം പറയാമല്ലോ, UK ആൾ, UK ആരുണ്ടോ അവർക്കുള്ളൊരു വേക്കൻസിയാണ്. അതായത് ഒരു സൂപ്പർ മാർക്കറ്റിക്കാണ്, നമ്മളെ മലയാളി സൂപ്പർ മാർക്കറ്റിക്കാണ് ഈ ജോബ് വേക്കൻസി വന്നിട്ടുള്ളത്. സൂപ്പർ മാർക്കറ്റ് എന്ന് വെച്ചാൽ അവിടെ വെജിറ്റബിളും അതേപോലെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹാർഡ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥലം എന്ന് പറയുന്നത് കോബ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുത്തെ പോസ്റ്റ് കോഡ് വരുന്നത് TNR1DF. ഞാൻ ഒന്നും കൂടെ പറയാം, TNR1DF. അതാണ് അവിടുത്തെ പോസ്റ്റ് കോഡ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ജോബ് നോക്കുമ്പോൾ നിങ്ങൾ അടുത്താണോ, നിങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഇപ്പോൾ റെഡ് ഹില്ലായിരിക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ എത്ര മണിക്കൂർ, എത്ര മെയിൽ റണ്ണിങ് ഉണ്ട് കാര്യങ്ങളൊക്കെ നോക്കി പോസ്റ്റ് കോഡൊക്കെ അടിച്ച് നോക്കിയതിന് ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് അവിടെ ജോബ് ആണെങ്കിൽ നിങ്ങൾ റൂം ചിലപ്പോൾ അവിടെ പോയിട്ട് താമസിക്കാൻ പറ്റുന്നവരായിരിക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ താഴെ ആളെ നമ്പർ കൊടുക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾ ജോലി ചെയ്യാൻ താല്പര്യമാണെങ്കിൽ അല്ലെങ്കിൽ പോയി അന്വേഷിക്കാൻ ആണെങ്കിൽ മാത്രമേ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരും. അപ്പോൾ അവിടുത്തെ മാനേജറുടെ നമ്പർ നിങ്ങൾക്ക് ഞാൻ ഫോർവേഡ് ചെയ്ത് തരും. അല്ലാണ്ട് ഈ വീഡിയോ ഫുള്ള് കാണാണ്ട് ആരും എനിക്ക് മെസ്സേജ് അയക്കരുത്. പിന്നെ ഉള്ള കാര്യം, സാലറി, അതുപോലെ വിസ, താമസം, ഫുഡ് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് സംസാരിക്കുക. അല്ലാണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചേട്ടാ അവിടെ വിസ കിട്ടുമോ, ഞാൻ PSWയിലാണ് അങ്ങനെ പറഞ്ഞിട്ടൊന്നും എനിക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യരുത് ആരും. ഞാൻ പിന്നെയും പറഞ്ഞ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം പിന്നെ വിസ തരുന്നതും സാലറി തീരുമാനിക്കുന്നതൊക്കെ അവന്മാരാണ്, അത് ചേട്ടന്മാരാണ്. നമുക്ക് സാലറിയും ഇതൊക്കെ തീരുമാനിക്കുന്നത്. നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങൾക്ക് വിസ കിട്ടുമോ, എന്താ പറയുക, ജോബ് തരുമെന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, അവർക്ക് 10 ഷോപ്പിട്ടുണ്ട് എൻ്റെ അറിവിൽ. അപ്പോൾ അത് ഒരു ഷോപ്പിക്കാണ് ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, PSW ഉള്ള ആൾക്കാർക്കും സ്റ്റുഡൻറ്റിനും അതേപോലെ ഡിപ്പെൻഡിങ് വിസ, യൂത്ത് മൊബിലിറ്റി വിസ, ആ വിസയിൽ ആർക്കാണെങ്കിലും ജോബ് ഓക്കെയാണ്. പിന്നെ സാലറി കാര്യങ്ങൾ ഇതൊക്കെ അവരോട് സംസാരിക്കുക. അതേപോലെ നിങ്ങളെ സ്റ്റേ, ഫുഡിൻ്റെ കാര്യം, മണിക്കൂറിന് എത്രയാണ് ഇപ്പോൾ. പിന്നെ പ്രത്യേകം ഞാൻ പറയാം, UK ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഇവിടെ നിന്ന് അവർക്കൊന്നും ജോബ് കിട്ടുന്നതല്ല. UK ഉള്ള ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു വേക്കൻസി ഉണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു സൂപ്പർ മാർക്കറ്റാണ്, ഞാനവിടെ വർക്ക് ചെയ്ത ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക. ഈ വീഡിയോ കണ്ടതിന് ഫുള്ള് കണ്ടിട്ട്, അത് ഞാൻ പറയുന്നത്, വിസ അതുപോലെ സാലറി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് ഡയറക്റ്റ് സംസാരിക്കുക. അതേപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, PSW, ഡിപ്പെൻഡിങ് വിസ, സ്റ്റുഡൻറ്റ് വിസ, യൂത്ത് മൊബിലിറ്റി വിസ, ആ വിസയിൽ ആർക്കാണ് ഈ ജോബ് ഓക്കെയാണ്. പ്രത്യേകം പറയാം, മലയാളി ഷോപ്പാണ്, അവർക്ക് ഒരു 10-12 ഷോപ്പുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ ചിലപ്പോൾ നിങ്ങൾ എടുക്കുമായിരിക്കും. അതൊക്കെ നിങ്ങൾ അവരോട് സംസാരിക്കുക. സാലറിയുടെ കാര്യം, ഫുഡ്, നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത് എവിടെ വെച്ചാൽ അതൊക്കെ നിങ്ങൾ സംസാരിക്കുക. ഞാൻ പോസ്റ്റ് കോഡ് ഒന്നും കൂടെ പറയാം, TNR1DF.
അതാണ് പോസ്റ്റ് കോഡ്. അപ്പോൾ പോസ്റ്റ് കോഡൊക്കെ അടിച്ച് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ എവിടെ സ്റ്റേ ചെയ്യണമെന്ന് വെച്ചാൽ അത് പറയുക. ചിലപ്പോൾ നിങ്ങൾക്ക് അതിക്കും കുറഞ്ഞ ചിലവിൽ റൂമും കാര്യങ്ങളൊക്കെ ആ സൂപ്പർ മാർക്കറ്റ് അടുത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യുക. ഇത്ര പറയാം. അപ്പോൾ ഞാൻ പിന്നെയും പറയാം, എനിക്ക് ഫുള്ള് വീഡിയോ കാണാണ്ട് നിങ്ങൾ ഒരിക്കലും എനിക്ക് മെസ്സേജ് അയക്കരുത്, ഒന്നും അയക്കരുത് പ്ലീസ്. അതൊരു റിക്വസ്റ്റാണ്. ഇതിൻ്റെ ഇടയിൽ നല്ല ജോബ് പോകണമെന്നുള്ള ആൾക്കാരെ നമുക്ക് മെസ്സേജ് നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ പോലും അവരെ നമ്പർ കൊടുക്കാത്തതും ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാത്തതും. സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ കോബ്രോ, പോസ്റ്റ് കോഡ് ഞാൻ പറഞ്ഞു. ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അല്ലാതെ ആരും മെസ്സേജ് അയച്ച് ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. ഒരാൾക്ക് ജോബ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരോട് ഡയറക്റ്റ് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.